ഇന്നത്തെ വീഡിയോ നിങ്ങളോടുള്ളൊരു ചോദ്യമാണ്. എത്ര വട്ടം ഗുരുവായൂർ തൊഴാൻ പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ഓർത്തെടുത്തിട്ട് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ ചിലപ്പോൾ പലരും കുഞ്ഞുനാൾ തൊട്ടേ ഗുരുവായൂർ തൊഴാൻ പോയിട്ടുണ്ടാകും. ചില ആളുകൾ ഈയിടെയായിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ഓർത്ത് വെക്കാറില്ല അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എണ്ണം എടുക്കുമ്പോൾ ഇനിയും പോകാനുള്ളൊരാഗ്രഹം നമുക്ക് വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു 3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും 10 പ്രാവശ്യം ആക്കണമെന്ന് നമുക്ക് ആഗ്രഹം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എല്ലാ വർഷവും പോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം പോകാൻ ശ്രമിക്കും. അങ്ങനെ നമുക്ക് മാക്സിമം നമ്മുടെ ആയുസ്സ് തീരുന്നിടം വരെ പരമാവധി എത്ര പ്രാവശ്യം ഭഗവാനെ തൊഴാൻ പറ്റുമോ അത്രയും വലിയ പുണ്യമാണല്ലേ. അതിൽ കൂടുതൽ നമ്മൾ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാശിയിൽ പോവുകയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഗുരുവായൂരപ്പനെ എത്ര കണ്ട് പ്രാർത്ഥിച്ച് തൊഴുന്നോ അത്രയും നമുക്ക് മോക്ഷം കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ, പലരും ദൂരെ നിന്നും മാസം തൊഴിലിന് പോകാറുണ്ട്. എല്ലാ മാസവും പോകാറുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ നിന്നും ഇൻ്റർസിറ്റി ട്രെയിന് എപ്പോൾ നോക്കിയാലും ടിക്കറ്റ് ഫുള്ളായിരിക്കും. കാരണം അത്രയും ആൾക്കാർ ഗുരുവായൂർക്ക് പോകുന്നുണ്ട് രാത്രിത്തെ ട്രെയിന്. എല്ലാവരും മാസം തൊഴിലാണ് കേട്ടോ. അപ്പം വർഷം ഉടനീളം പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും മടി പിടിച്ചിട്ടൊക്കെ വർഷത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും പോകുന്നത്. അല്ല 2-3 വർഷം കൂടുമ്പോഴാണ് പലരും പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയൊക്കെ പോകണം. അതായത് ഇപ്പോൾ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ എങ്ങനെയാണെങ്കിലും. അപ്പോൾ എത്ര നമ്പർ കൂട്ടാവോ അത്രയും നമ്പർ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് പഴയ കാലം തൊട്ട് എത്ര ഓർമ്മയാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയത് ആരാണെന്ന് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കാണാനും കഴിയും. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ പോകാനായിട്ട് ശ്രമിക്കുക. നന്ദി.